അപ്പൊ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് ഒന്നും കൂടെ സ്വാഗതം. അപ്പൊ ഗൈസ് നമ്മളെ 10 ദിവസമായി, കറക്റ്റ് 11 ദിവസമായി നമ്മളൊരു വീഡിയോ ഇട്ടിട്ട്. അപ്പൊ നമ്മളതൊരു കാര്യത്തിന് വേണ്ടിയുള്ള നട്ടോട്ടമായിരുന്നു. നമ്മൾ സബ്സ്ക്രൈബർ ബ്രോ പറഞ്ഞു ഒരു മീൻ വാങ്ങിക്കാൻ. ആദ്യമായിട്ട് നമ്മൾ സബ്സ്ക്രൈബറിനോട്ട് വാങ്ങിക്കുന്ന മീനാണ്. നമ്മൾ ഫസ്റ്റ് ഒരു യൂട്യൂബർ മറ്റേ യദു ബ്രോ ഉണ്ടല്ലോ, എവരിത്തിങ് യദു ബ്രോ, ആ ബ്രോ എടുത്ത് ചോദിച്ചു. അവരുടെ സ്റ്റോക്ക് ഇല്ല, റെട്ടയിലും അലിഗേറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മള് അക്വാ ടിപ്സിന്റെ ചോദിച്ച് ആ ബ്രോ അടുത്തും സ്റ്റോക്ക് ഇല്ല. പിന്നെ നമ്മള് തൃശ്ശൂർ അടുത്ത് സെറ്റായി. പിന്നെ അവിടെ വരാൻ കുറെ ദൂരം എടുത്ത് മീൻ വല്ലതും ചത്തു എന്നുള്ള പേടിയുണ്ട്. നമ്മള് അവിടെ നിന്ന് ക്യാൻസൽ ആക്കി. പിന്നെ നമ്മളിപ്പോ മൂവാറ്റുപുഴയെന്ന് ഏഞ്ചൽ വിങ്സ് ഫിഷ് ഫാമിൽ നിന്നാണ് നമ്മളെ മീൻ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ മീനിനെ അത് 1:30ക്കാണ് വന്നത്. ഞാൻ സ്കൂളിൽ പോയിരുന്നു. അപ്പം നമ്മളെ മീനിനെ ഓൾറെഡി അൺബോക്സ് ചെയ്തായിരുന്നു, അത് ചത്തായില്ലേ എന്നറിയാൻ വേണ്ടി. അപ്പം ആ വീഡിയോ നിങ്ങൾ കാണുന്ന ഗ്യാപ്പിൽ ഞാൻ പോയി മീൻ എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ വീട്ടിലില്ലായിരുന്നു, ഞാൻ സ്കൂളിലായിരുന്നു. അപ്പോൾ നമ്മളെ വീട്ടുകാരെല്ലാവരും കൂടിയാണ് ഇത് അൺബോക്സ് ചെയ്തത്. അപ്പോൾ ഗൈസ് നല്ല പാക്കിംഗ് ആണ്. ഞാൻ ആദ്യമായിട്ടാണിത് കൊറിയർ വഴി മീനൊക്കെ വരുത്തുന്നതെന്ന് പറഞ്ഞാൽ. മൂവാറ്റുപുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഡെഡായി പോകുന്നൊരു പേടിച്ച്. പക്ഷേ നല്ല പാക്കിങ് കാര്യങ്ങളാണ്. എൻ്റെ പ്രതീക്ഷയൊക്കെ തട്ടിമറിച്ചിട്ടുകൊണ്ട് നല്ല പാക്കിംഗ് ആയിട്ടാണ് മീൻ വന്നിരിക്കുന്നത്. നമ്മൾ ഈ അക്യൂറത്തിൽ ഇപ്പോൾ ഇട്ട് തന്നെ ഫിൽറ്റർ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് മീൻ അതിൻ്റെ ഇടയ്ക്ക് എറിയുന്ന ഡെഡാവുന്നൊരു പേടി, അതുകൊണ്ട് നമ്മൾ ഫിൽറ്ററൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ അഴിച്ചു വിട്ടിട്ടുണ്ട്. നിങ്ങൾ ആ അഴിച്ചു വിട്ടിയ വീഡിയോ ഞാൻ ഇപ്പുറത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്, നിങ്ങളത് കണ്ടോ. അപ്പൊ ഗൈസ് ഈ മീൻ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കായിരുന്നു. അകത്ത് നമ്മൾ അക്യൂനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കായിരുന്നു. ഏത് മീനാണെന്ന് വെച്ചാൽ ഉള്ള ചെന്നൈ പ്രോഗ്രാം ആണെന്ന് പറഞ്ഞാൽ പുലിവാഹ. നമ്മളൊരു 6 ഇഞ്ച്+ സൈസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ മീനിനെ നമ്മൾ ഏഞ്ചൽ വിങ്സിൽ നിന്നാണ് വാങ്ങിച്ചത്. നമ്മളിതിനെ ഓൾറെഡി വെള്ളത്തിൽ ഇട്ട് വെച്ചെന്ന് പറഞ്ഞാൽ 1:30 വെള്ളത്തിൽ ഇട്ട് വെച്ചേ. സാധനം ഇപ്പൊ 4 മതിയായി. ആലോചിക്കണം, 3 മണിക്കൂർ വെറുതെ മുഖം അടിച്ച് കിടന്നു. അപ്പൊ നമുക്കിനി ഇവനെ കൊണ്ടുപോയി റിലീസ് ചെയ്യുന്ന പരിപാടിയാണ്. അതിനു മുമ്പ് ഇവനെ പറ്റി നമുക്ക് കുറെ പറയാനുണ്ട്. നല്ലൊരു പ്രഡേറ്റർ ഫിഷ് ആണെന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ മോൺസ്റ്റർ ഫിഷ് എന്ന് പറയും. നല്ല ഇതാണ്, അഗ്രസീവ് ആണ്. നമ്മളെ റെട്ടൈലിനെയൊക്കെ കാട്ടി അത്യാവശ്യം കുഴപ്പമില്ല. നമ്മളെ സ്പോട്ടഡും ഇപ്പോഴും ഉണ്ട് കേട്ടോ. നമ്മളെ സ്പോട്ടഡിനെ ഒന്നും പറ്റിയിട്ടില്ല. കൂടെ നമ്മള് 2 മുഷീനെ കൊണ്ടുവന്നിട്ടുണ്ട് സ്പോട്ടഡിനെ. അത് അടുത്ത വീഡിയോയിൽ നമ്മൾ അതിനെ രണ്ടിനെയും കാണിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇവനെ കൊണ്ടുപോയി തുറന്നുവിടാം. നമ്മളെ സ്ഥലം എത്തിയിട്ട് കാണാം. അപ്പൊ ഗൈസ് നമുക്ക് നമ്മളെ പയ്യനെ റിലീസ് ചെയ്യാം ഇവിടെ. അപ്പൊ ഗൈസ് നമ്മളെ ഫിഷ് നമ്മള് റിലീസ് ചെയ്യാൻ പോവാണ്. ഡബിൾ പാക്കിംഗ് ആണ് കേട്ടാ. നമ്മള് ഫസ്റ്റത്തെ പാക്കിങ് അയച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വലിച്ചു. ഇതാ നമ്മളെ കൂട്ടാൻ. ഇതാ നമ്മള് ഡബിൾ പാക്കിംഗ് ആയതുകൊണ്ടാണ് നല്ലോണം കാണാൻ പറ്റുന്നത്. അപ്പൊ ഗൈസ് നമ്മളെ ഫിഷിനെ നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. ഇത് കണ്ടാ നമ്മൾ ആർട്ടീനിയുടെ സെറ്റപ്പ് ആയിരുന്നു. ഇപ്പൊ നമ്മളതൊക്കെ മാറ്റിയിട്ടുണ്ട്. പയ്യവനെ ഇറക്കിയിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് വെക്കണം. എന്നിട്ട് ഇതിന്റെ അത്ര കുഞ്ഞ് ഗപ്പിയാശാൻ കിടന്ന് ഓടുന്നു. പക്ഷെ അവൻ എവിടെയെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം അവനെ കാണാനില്ല. ഫസ്റ്റ് ഇനി ഇവനെ ഒന്ന് റിലീസ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് നമ്മളിപ്പോ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് വെക്കും, എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കഴിച്ചു കൊടുക്കും. അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ നമ്മളെ പയ്യന്. ഫിൽറ്റർ അങ്ങോട്ട് ഉണങ്ങി കൊടുക്കണം. ഒന്ന് മാറട്ടെ അവനെ ഫിൽറ്ററിൽ ചേർക്കാൻ നടക്കുന്നുണ്ട് ഇവിടെ. ഇതിനെ കൊണ്ടുവന്നിട്ട് മെത്തലിൻ ബ്ലൂ ഒഴിച്ച വെള്ളത്തിൽ ഇടണമെന്നായിരുന്നു പ്ലാൻ. പക്ഷെ നമ്മളെ മെത്തലിൻ ബ്ലൂ നമുക്ക് ഒഴിക്കാൻ പറ്റിയില്ല. അപ്പൊ ഗൈസ് നമ്മളൊരു പ്ലൈവുഡ് എടുത്തിട്ടുണ്ട്. അതിന്റെ മണ്ട അടച്ചു വെക്കാം. പിന്നെ നമ്മൾ 2 നല്ല ജീവൻ ബലി അർപ്പിക്കാൻ പോണ ഗപ്പിക്കുട്ടന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഫസ്റ്റ് ഫീഡിങ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ട്. അപ്പൊ നമുക്ക് നേരെ നമ്മളെ സ്ഥലത്ത് എത്തിയിട്ട് കാണാം. നമ്മൾ ഈ വലയൊന്ന് വെച്ചാണ് വല എങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഫിഷ്. മീനിനെ കാണാൻ വേണ്ടി വല എത്തി കൊടുന്നു. പിന്നീട്ടൊന്ന് മടക്കണം. ബലി അർപ്പിക്കാൻ പോണ മീന് പിടിച്ചിട്ടുള്ളത് വേണം, അല്ലാതെ ഈ വെള്ളത്തോടെ ഒഴിക്കണ്ട. വെള്ളത്തോടെ ഫസ്റ്റത്തെ മീൻ വേണ്ടിട്ടുണ്ട്. ഷെടാ മോനെ ഒന്ന് കഴിയടാ, നാണെടുത്തല്ലടാ. നമ്മൾ മീൻ ഭയങ്കര ജാട. മീൻ നമ്മളെ നാണെടുത്തിട്ട് അടങ്ങും. നമ്മൾ അടുത്ത വെപ്പിനിട്ടും ഇതിനെങ്കിലും ഒന്ന് കഴിക്കട കൂട്ടാണ്ടായി. എന്തോ ഫുള്ളായിട്ട് ഇരിക്കണം തോന്നുന്നു കേട്ടോ. വയറ് എടുക്കുന്നില്ല ഫുഡ്.
അപ്പൊ ഗൈസ് നമ്മൾ അതിന്റെ അപ്പുറം തിരിക്കുന്നു. അപ്പം നമ്മള് ഇതൊരു ബ്രോയുടെ റിക്വസ്റ്റ് കാരണമാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പൊ ബ്രോ ഇഷ്ടപ്പെട്ട് നമ്മളെ മീനിനേക്കാം. ബ്രോ ഇഷ്ടപ്പെട്ടേ കമന്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം നിങ്ങൾ ചെയ്യണം. ഈ മീനിന്റെ അപ്ഡേറ്റ് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ഇട്ട് ഒരിക്കൽ കൂടെ കാണാൻ പറ്റട്ടെ. ബൈ ബൈ, സീ യു.